അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബീ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ റആ മിൻകും മുൻകറൻ ഫൽയുഅയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അളഅഫുൽ ഈമാൻ. റവാഹു മുസ്ലിം. അബൂ സഈദുൽ ഖുദരിയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും വല്ല നിഷിദ്ധവും കണ്ടാൽ കൈകൊണ്ട് അതിനെ തടയട്ടെ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നാവുകൊണ്ട്, അതിനും സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും തടയട്ടെ. സത്യവിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബലമായ രൂപമാണ് ഇത്. പറഞ്ഞു വന്നത്, മനുഷ്യരിൽ നല്ലൊരു ശതമാനം പേര് സജ്ജനങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്കിലും നമുക്ക് ചുറ്റും ദുഷിച്ച കർമ്മങ്ങളും അധാർമികമായ പ്രവൃത്തികളും ചെയ്ത് അതിൽ ഇങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ചതി, വഞ്ചന, അതുപോലെ അക്രമം തുടങ്ങിയവയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അധർമ്മമായ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ അവർ മത്സരിക്കുകയാണ്. അവർ കാരണം സാമൂഹിക ജീവിതത്തിൽ സമാധാനം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിന്മ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ഇങ്ങനെ തിന്മ വ്യാപിക്കുകയും ദുഷിച്ച കർമ്മങ്ങൾ പ്രകടമാവുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം, ഒരു വിശ്വാസിയുടെ ദൗത്യം എന്തായിരിക്കണം എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ തിന്മകൾ വളരെ പ്രകടമായി കാണുമ്പോൾ അത് ഞാനുമായി ബന്ധപ്പെട്ട ആരുമല്ലല്ലോ എന്ന് സമാധാനിച്ച് മിണ്ടാതിരിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് അതുമല്ലെങ്കിൽ അത് തന്നെ ബാധിക്കാത്ത ഒരു പ്രശ്നമാണല്ലോ, അതിൽ ഞാൻ തലയിടേണ്ടതില്ല എന്ന് ചിന്തിച്ച് മൗനം പാലിക്കുക എന്നതാണോ ഒരു വിശ്വാസിയുടെ ഒരു ചുമതല, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഒരു ബാധ്യത എന്നത്? അതുമല്ലെങ്കിൽ എല്ലാറ്റിലും ഇടപെടുന്ന ഒരു പ്രശ്നക്കാരിയായിട്ട് എന്നെ മുദ്ര കുത്തപ്പെടേണ്ടതില്ല, അങ്ങനെ എല്ലാത്തിലും ഇടപെട്ട് എന്നെ ഒരു പ്രശ്നക്കാരി എന്ന് ജനങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് നിശബ്ദയാണെന്ന് കരുതി മൗനിയായി ആളുകളുടെ ബഹുമാനവും ആദരവും സ്വീകരിക്കുക ആയിരിക്കണമോ ഒരു വിശ്വാസിയുടെ സമീപനം എന്നാണ്. ഇങ്ങനെയാണോ അതല്ലെങ്കിൽ മറിച്ചാണോ വേണ്ടത് എന്നാണ് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത്. ഒരു തിന്മ കാണുമ്പോൾ, ഒരു പ്രകടമായ ഒരു തിന്മ കാണുമ്പോൾ ഒന്നാമത്തെ ഒരു വിശ്വാസിയുടെ മാർഗം എന്ന് പറയുന്നത് അത് കൈകൊണ്ട് തടയുക എന്നാണ്. പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും തിന്മയെ ഇങ്ങനെ തടയാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. കാരണം നമുക്ക് എല്ലാം നാമുമായി ബന്ധമില്ലാത്തവരെ ബലം പ്രയോഗിച്ച് തിന്മയിൽ നിന്ന് തടയാൻ നടത്തുന്ന ശ്രമം ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സമൂഹത്തിൽ അത് ചിലപ്പോൾ സംഘർഷങ്ങൾ സൃഷ്ടിക്കും. ഓരോരുത്തരും ഇങ്ങനെ നിയമം കയ്യിലെടുക്കുമ്പോൾ കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കുക. ഇപ്രകാരം തിന്മ കൈകൊണ്ട് തടയുന്നത് ചിലപ്പോഴെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആ രണ്ടാമത്തെ വഴിയുണ്ടല്ലോ, രണ്ടാമത്തെ വഴി നാവുകൊണ്ട് തടയുക എന്ന ആ രണ്ടാമത്തെ വഴി അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നാവുകൊണ്ട് തടയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മ ചെയ്യുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ആജ്ഞാപിച്ചുകൊണ്ടും താക്കീത് ചെയ്തും ഉപദേശിച്ചും അവരെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുക എന്നതാണ്. തിന്മ ചെയ്യുന്നവരോട് അരുതെന്ന് പറയലും അതുപോലെ വിട്ടുനിൽക്കാൻ കൽപ്പിക്കലും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കൊന്നും യാതൊരു വില കൽപ്പിക്കാത്ത ഒരു ജനത, ഉപദേശ നിർദ്ദേശങ്ങൾ അവർ ഒരു തരത്തിലും സ്വീകരിക്കാത്ത ഒരു വിഭാഗം, നമ്മുടെ ഉപദേശം അവർ രുചിക്കാൻ പോലും തയ്യാറല്ലാത്തവർ, അങ്ങനെ പല കാരണങ്ങളാൽ നമുക്ക് ഉപദേശിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, നാം ഉപദേശത്തിന് പോലും അശക്തരാണെങ്കിൽ, അവിടെ നമ്മൾ നിസ്സഹായമായ ഒരു മൗനമല്ല ഒരു മുസ്ലിമിൻ്റെ വഴി എന്നത്.
നന്ന ചുരുങ്ങിയത് ഇത്തരം തിന്മയോടുള്ള എതിർപ്പും വെറുപ്പും വിരോധവും മനസ്സിലെങ്കിലും കരുതി വെക്കാനെങ്കിലും ഒരു വിശ്വാസിക്ക് ആവണം. ഇപ്രകാരം മനസ്സിൽ വിരോധവും വെറുപ്പും വെച്ചു പുലർത്തലാണ് ഹൃദയം കൊണ്ട് തിന്മ തടയുക എന്നതിൻ്റെ ഉദ്ദേശം. ഈ മൂന്നാമത്തെ നിലപാടിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ എന്നാണ്. അതായത് ഈമാൻ മനസ്സിൽ അവശേഷിക്കുന്ന ഒരാൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും അവസാനത്തെ ഒരു സമീപനമാണ് ഇത്. അതായത് തിന്മകളോട് ഈ ഒരു മൂന്നിലൊരു സമീപനം മാത്രമേ ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ മാർഗം ബലം പ്രയോഗിച്ച് തടയുക എന്നത്. രണ്ടാമത്തേത് നാവ് കൊണ്ട് എതിർപ്പും പ്രതിഷേധവും അറിയിക്കുക എന്നത്. അതുമല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പെങ്കിലും വെച്ച് പുലർത്തണം എന്നതാണ് മൂന്നാമത്തെ നിലപാട്. ഈ ഒരു മൂന്നാമത്തെ നിലപാടും സ്വീകരിച്ചില്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഈമാനാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈമാനിൻ്റെ ഒരു കണികയെങ്കിലും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ തിന്മയോട് സന്ധിയില്ലാത്ത വെറുപ്പും വിദ്വേഷവും വിരോധവും, അത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും നാമുമായിട്ട് എത്ര അടുത്ത ആളാണെങ്കിലും അതിനോട് നീരസം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അങ്ങനെയാവണം. അങ്ങനെയല്ലെങ്കിൽ ആ ഒരു വിശ്വാസിയുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഈമാനാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അല്ലാഹു തിന്മയോട് സന്ധിയില്ലാതെ പോരാടാനുള്ള ആവേശവും കരുത്തും യുക്തിയും പക്വതയും ഈമാനികമായ ആർജവവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.